വിജ്ഞാനതീരം സ്കൂൾ റേഡിയോ, യോഗിനിമാത ഗേൾസ് ഹൈസ്കൂൾ, കൊല്ലങ്കോട്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ആതിര കൃഷ്ണ. ഞാൻ കൃഷ്ണേന്ദു. സ്കൂൾ വാർത്തകൾ. ജൂലൈ 18 വെള്ളിയാഴ്ച ഇംഗ്ലീഷ് ക്ലബ് ഉദ്ഘാടനം നടന്നു. പരിപാടിയിൽ കൊടുവായൂർ സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറായ ധന്യ ടീച്ചർ പോയട്രിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. ജൂലൈ 17 സയൻസ് ക്ലബ് ഉദ്ഘാടനം നടന്നു. കൃഷി ഓഫീസർ ശ്രീമതി ജ്യോതി, വാർഡ് മെമ്പർ ശ്രീ ജയൻ അവർകൾ, ഹെഡ് മിസ്ട്രസ് ശ്രീമതി അനിത ടീച്ചർ, ഫിസിക്കൽ സയൻസ് HOD ശ്രീമതി രജിത ടീച്ചർ, നാച്ചുറൽ സയൻസ് HOD ശ്രീമതി അനിത ടീച്ചർ എന്നിവർ പങ്കെടുത്തു. SSLC മിഡ് ടേം എക്സാം 13 ആരംഭിച്ചു. 24 വരെയാണ് പരീക്ഷ. സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ പ്ലാനറ്റോറിയം പ്രദർശനവും വെർച്വൽ റിയാലിറ്റി ഷോവും നടന്നു. മിസ്റ്ററി ഡോംബാണ് സ്കൂളിൽ ഈ പരിപാടി നടത്തിയത്. പഞ്ചായത്ത് മെമ്പർ ജയൻ സാറിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിൽ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാൻ തീരുമാനമെടുത്തു. കൃഷി ഓഫീസർ വിത്തുകളും മറ്റ് സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. വായനാ വാരത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളുടെ ഫലം പ്രഖ്യാപിച്ചു. മികച്ച ക്ലാസ് ലൈബ്രറി, കവിതാരചന, കഥാരചന എന്നിവയിലായിരുന്നു മത്സരം. ജൂലൈ 17 വ്യാഴാഴ്ച സ്കൂളിൽ വാഗ്മയം ഭാഷാ പ്രതിഭ പരീക്ഷ നടന്നു. ജൂലൈ 5 ബഷീർ ദിനം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണയ്ക്കായാണ് ബഷീർ ദിനം ആചരിക്കുന്നത്. മലയാള സാഹിത്യത്തെ സാധാരണ ജനങ്ങളുടെ ഭാഷയിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവന്ന അതുല്യ പ്രതിഭയാണ് ബഷീർ. 1908 ജനുവരി 21 വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. മലയാള സാഹിത്യത്തിന് വിലയേറിയ സംഭാവനകൾ നൽകിയ ഒരു എഴുത്തുകാരനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു അദ്ദേഹം. മറ്റു സാഹിത്യകാരന്മാരിൽ നിന്നും വ്യത്യസ്തമായി സാധാരണക്കാരുടെ ഭാഷയിലാണ് ബഷീർ എഴുതിയിരുന്നത്. ഈ വ്യത്യസ്തതയ്ക്ക് വായനക്കാരുടെ മനസ്സു കവരാൻ സാധിച്ചു. അദ്ദേഹം രസകരമായ വരികൾക്കുള്ളിൽ വലിയ വലിയ ആശയങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. പ്രണയം, ദാരിദ്ര്യം, കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളും. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിൻ്റെ കൃതികളെ അനശ്വരമാക്കി. മലയാളത്തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി ഖൽബിലേറിയ സുൽത്താൻ, ജീവിതത്തിൽ ചോര ചിന്തിയ കഥകളോതിയ സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി ഖൽബിലേറിയ സുൽത്താൻ, മലയാളത്തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി ഖൽബിലേറിയ സുൽത്താൻ. ഒന്നും മിമ്മിണി ബല്യൊന്ന എന്നൊരു കാര്യം എത്ര രസമായി നമ്മിലേക്ക് പകർന്നു തന്നൊരു സുൽത്താൻ. ഒന്നും മിമ്മിണി ബല്യൊന്ന എന്നൊരു കാര്യം എത്ര രസമായി നമ്മിലേക്കു പകർന്നു തന്നൊരു സുൽത്താൻ. സ്വാതന്ത്ര്യ സമരഭൂവിൽ കരളുറപ്പോടന്ന് പൊരുതി ജയിലര പോകി ദേശ സ്നേഹിയായൊരു സുൽത്താൻ. മലയാളത്തറവാട്ടിലുണ്ടു നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി ഖൽബിലേറിയ സുൽത്താൻ. സ്കൂൾ പഠനകാലത്ത്
വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി വൈക്കത്തെത്തിയ ഗാന്ധിജിയെ കാണുന്നതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. 1930 കോഴിക്കോട് വെച്ച് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിലായി. 1937 ജയകേസരി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച എൻ്റെ തങ്കം ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ. പ്രേമലേഖനം, ബാല്യകാലസഖി, എൻ്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്ന, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ശബ്ദങ്ങൾ, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, താര സ്പെഷ്യസ് തുടങ്ങിയ നോവലുകൾ, ഭൂമിയുടെ അവകാശികൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, നീല വെളിച്ചം, ജന്മദിനം, ഓർമ്മക്കുറിപ്പ് തുടങ്ങിയ ചെറുകഥകൾ, കഥാബീജം എന്ന നാടകവും, ഓർമ്മയുടെ അരകൾ എന്ന ഓർമ്മക്കുറിപ്പ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ. 1982 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. കൂടാതെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, പ്രേം നസീർ അവാർഡ്, ലളിതാംബിക അന്തർജനം അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം എന്നീ അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1994 ജൂലൈ 5 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ 31ാം ചരമവാർഷികം ആചരിക്കുന്ന ഈ വേളയിൽ നമുക്ക് അദ്ദേഹത്തെ ഓർക്കാം. നന്ദി, നമസ്കാരം.